ശരിക്കും ഇപ്പൊ ആലോചിക്കുമ്പോൾ സാന്ദ്ര തോമസ് പുതിയ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് മെമ്പർഷിപ്പിനെ പോലും തടയുന്ന രീതിയിലാണ് അവരുടെ ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നത്. അതായത് അതുവരെ ഒരു സിനിമ മതിയായിരുന്നു ഒരു അവിടെ പുതിയ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട്. പക്ഷെ ആ സമയമായപ്പോൾ സാന്ദ്ര തോമസിന് വേണ്ടി പ്രത്യേക നിയമം കൊണ്ടുവന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സമയത്ത് 2 സിനിമ ഉണ്ടെങ്കിൽ മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ, വോട്ടവകാശം കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു രീതി വന്നു ആ സമയത്ത്. അപ്പോ ഇപ്പോഴും ആ ഒരു അതായത് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്താഗതി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആര് ശബ്ദിക്കുന്നോ അവർക്കെതിരെ ശബ്ദിക്കുന്നോ ആ ശബ്ദത്തെ ഇല്ലാതാക്കുക, അല്ലെ ആ ശബ്ദത്തെ മാറ്റി നിർത്തുക എന്നുള്ളൊരു രീതിയാണ് ഇപ്പൊ പ്രൊഡ്യൂസർ അതോറിറ്റി കൊണ്ട് നടക്കുന്നത്. ശരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് സങ്കടമുണ്ട് ശരിക്കും. ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു വ്യക്തി ഇപ്പം സാൻഡ്ര എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 9 സിനിമകൾ പുള്ളിക്കാരിയുടെ പേരിൽ തന്നെ സെൻസർ ചെയ്തിട്ടുള്ളതാണ്, പഴയതിലും പുതിയതിലും ഒക്കെ ആയിട്ട്. പക്ഷെ ആ നമ്മൾ അത് ഒരു എക്സ്പീരിയൻസ്ഡ് ആണ്. ആ എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ആളുടെ അല്ല സിനിമ ഇപ്പൊ എഴുതി കൊടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് മാറി എന്ന് പറഞ്ഞിട്ട് ആ സെൻസർ സർട്ടിഫിക്കറ്റ് ആളുടെ പേരിലേക്ക് എഴുതി കൊടുത്തിട്ടില്ല. അതിപ്പോ കോടതിയിൽ ഇപ്പൊ ഏത് രീതിയിലാണ് നിയമം അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാനും ആളല്ല. പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട് അവിടെ. ഒരിക്കലും ഇത് നീതിയുക്തമായ ഒരു കാര്യമല്ല. ഒരുപാട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഒരു വിസ്ഫോടനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ആവുമെന്ന്. കാരണം ഓരോ സിനിമയ്ക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പൊ ആ കഷ്ടപ്പാടുകളെല്ലാം ഇപ്പൊ നമ്മുടെ സിനിമയല്ല, ആളുടെ സിനിമയല്ല ഇതൊന്നും എന്നുള്ള രീതിയിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരു നല്ല രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്റെ അഭിപ്രായമാണ്. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ശരിക്കും. പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ ഒരു തലപ്പത്ത് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ MMA അസോസിയേഷനിലും ആണെങ്കിൽ അവിടെ മത്സരത്തിന് വേണ്ടിയുള്ള നോമിനേഷനൊക്കെ തന്നെ നമുക്ക് കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ശ്വേതയ്ക്കെതിരെ വന്നിരിക്കുന്ന ആരോപണം അല്ലെങ്കിൽ അവരെയും എങ്ങനെയെങ്കിലും മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഒരു സ്ത്രീ മത്സരിക്കുമ്പോൾ പോലും അവിടെ ഒരു അസഹിഷ്ണുത കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഈ നമ്മൾ പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പറയുന്ന പോലെ ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ സംഘടനകളിലെല്ലാം നടക്കുന്നത്. അതെ ഉറപ്പായിട്ടും മറ്റൊരു സ്ത്രീ അതിലേക്ക് അല്ലെങ്കിൽ അവര് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമായിട്ട് അവിടെ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടല്ലോ ഞങ്ങളുടെ അസോസിയേഷനിൽ തന്നെ വേറെ സ്ത്രീകളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതായത് ശബ്ദിക്കുന്ന സ്ത്രീകളെ അതുകൊണ്ട് ഇപ്പൊ സാന്ദ്ര തോമസ് എല്ലാത്തിനും അല്ലെങ്കിൽ സത്യത്തിന് അനുകൂലമായ അല്ലെങ്കിൽ ശരിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത്. സാന്ദ്ര തോമസ് എന്ന വ്യക്തി ഇപ്പൊ പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അധികാരമോഹത്തിന് വേണ്ടിയിട്ടല്ല, അധികാരത്തിന് വേണ്ടിയിട്ടല്ല. അവിടെ ഒരുപാട് അഴിച്ചുപണികൾ ആവശ്യമാണ്. ഒരുപാട് ചീത്ത കാര്യങ്ങൾ, അതായത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അസോസിയേഷനെ മൊത്തത്തിലേക്ക് ചെളിയിലേക്ക് വീഴ്ത്തുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ അസോസിയേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് സാന്ദ്ര തോമസിന് അവിടെ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നോമിനേഷൻ സമർപ്പിച്ചത്. പക്ഷെ അവിടെ ഈ രീതിയിലുള്ള ഒരു ശരിക്കും ഒരു നാടകീയ രംഗങ്ങളായിട്ടാണ് അന്ന് പോലും എനിക്ക് തോന്നിയത്. കാരണം ആ കൂട്ടത്തിൽ ഇപ്പൊ വിശാഖ് സുബ്രഹ്മണ്യം എന്ന നെതർലാൻഡിന്റെ അദ്ദേഹം പോലും 2 ബാനറിൽ ഇത് സമർപ്പിച്ചതാണ്. അദ്ദേഹത്തെ അവർ അംഗീകരിച്ചു. ഹംസ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഒരു ബാനറിൽ ഒരു സിനിമ, അടുത്ത ബാനറിൽ 2 സിനിമ. അപ്പൊ എല്ലാം അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അതുപോലെ പലരും അവിടെ ഉണ്ട്, ഇതുപോലെ ചെയ്ത പലരും ഉണ്ട്. അങ്ങനെ ഈ 2 ബാനറിലും 3 ബാനറിലൊക്കെ ചെയ്തവരുണ്ട്. അവർക്കൊന്നുമില്ലാത്ത നിയമം ഒരു സ്ത്രീയായ സാന്ദ്ര, അത് പ്രതികരിക്കുന്ന സാന്ദ്രയ്ക്ക് ആയിട്ട് എങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. ഇപ്പൊ ഇപ്പം പബ്ലിക്ലി തന്നെ സപ്പോർട്ടാണ് ഞാൻ ഒരിക്കലും പുറകിൽ നിന്നല്ല, ഞാൻ ഒപ്പം നിന്നാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ഫലങ്ങൾ എനിക്കും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അവിടെ ഒരുപാട് നിഷേധങ്ങളും ഒരുപാട് അവഗണനയും എല്ലാം എനിക്കും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഞാനിപ്പോ അവരുടെ ശത്രുപക്ഷത്താണ്. സാന്ദ്രയെ പോലെ തന്നെ ഞാനും അവരുടെ ശത്രുപക്ഷത്താണ് എന്ന് വെച്ച് സത്യത്തിന് വേണ്ടി അല്ലാതെ ഞാൻ നിൽക്കത്തുമില്ല. അവരുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിച്ച് നിൽക്കാനായിട്ട് നമ്മളും ആത്മാഭിമാനമുള്ള സ്ത്രീകളല്ല. ഇത് സ്ത്രീകൾ എല്ലാ തലങ്ങളിലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതൊരു തുടക്കമാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ശരിക്കും. ഇതല്ലെങ്കിൽ ഇനിയിപ്പോ ദിസ് ഇസ് നോട്ട് ദ എൻഡ്. ഉറപ്പായിട്ടും ഇത് എന്തൊന്നും അല്ല, ജീവിതത്തിന്റെ അവസാനമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ അസോസിയേഷന്റെ അവസാനത്തെ ഇലക്ഷനൊന്നും അല്ല. ഇനിയും സാന്ദ്രയ്ക്ക് ഇനിയും പിന്നീട് അവസരങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത്തവണ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു
ഒരു മാറ്റം അനിവാര്യമാണ്. കാരണം അത്രയും അതപ്പതിച്ച് നിൽക്കുന്ന ഒരു അസോസിയേഷനായിട്ടാണ് ഇപ്പോൾ അത് നിലനിൽക്കുന്നത്. എന്റെ അഭിപ്രായമാണ്, മറ്റൊരാളും പറഞ്ഞു തന്നതോ ഒന്നുമല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് അഴിച്ചുപണികൾ അവിടെ ആവശ്യമാണ്. അതിന് സാന്ദ്രയ്ക്ക് കഴിയുമായിരുന്നു, അല്ലെങ്കിൽ സാന്ദ്രയോടൊപ്പം നിൽക്കുന്ന പലതും കഴിയുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അധികാര സ്ഥാനങ്ങൾ ഇരിക്കുന്ന അവർക്ക് വേണ്ടി മാത്രമാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോ ഇത് നടത്തുന്നതാണ്. ഇപ്പൊ നാളെ ഇലക്ഷനാണ്. ഇന്നൊക്കെ നല്ല ഭയങ്കരപ്പെട്ട പാർട്ടികളും എല്ലാമാണ്. അതിലൂടെ അവർ വോട്ട് പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. നമ്മളൊരു മെസ്സേജ് പോലും അങ്ങനെ വരില്ല. എല്ലാവരെയും വിളിച്ച് പറയുന്നു വോട്ട് വേണമെന്നുള്ളതല്ലാതെ നമ്മൾ ആർക്കും ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തുകൊണ്ട് നമുക്കൊരു വോട്ടും വേണ്ട. പക്ഷേ സാന്ദ്ര എന്തായാലും ഒറ്റക്കുട്ടി കമ്പനിയിലേക്ക് മത്സരിക്കുന്നു, സന്തോഷം. അവിടെ ഒരു വിജയം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേര് സപ്പോർട്ടുമായിട്ട് നമുക്ക് പുറമേ നിന്നാണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. പിന്നെ പബ്ലിക്കിന്റെ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. അതല്ല, നാളത്തെ ദിവസം ആവശ്യം ആ നിർമ്മാതാക്കളുടെ ഇടയിൽ നിന്നുള്ള വോട്ട് തന്നെയാണ്. അതിലും ഇപ്പൊ 2015-16 687 പേരുണ്ടായിരുന്ന അസോസിയേഷനിൽ അവർക്ക് അനുകൂലമല്ലാതിരുന്നവരെ ആയിരിക്കും അവർ നീക്കം ചെയ്തത്. ഏകദേശം 310 പേര് മാത്രമായിട്ട് അവശേഷിക്കുന്നത്. ഇനി അടുത്ത ഒരു ഇലക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് എന്നെ പോലുള്ള പലരെയും 250-250 200 മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ മാറ്റി നിർത്തുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. അവർക്ക് അനുകൂലമല്ലാത്ത ആരെയും അവരെ സപ്പോർട്ട് ചെയ്യാത്ത ആരെയാണെങ്കിലും അവർ മാറ്റി നിർത്തിയിരിക്കും. അത് ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും എന്നാണെങ്കിലും അതിലൊരു മാറ്റം വരില്ല, ഉറപ്പാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.